കുളിയും നനയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയത് എന്തുണ്ടാക്കും എന്നുള്ള ശങ്കയോടുകൂടിയാണ്. അങ്ങനെ ദേ ബീഫ് കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് അപ്പോഴാണ് ഡേറ്റ്സ് കണ്ടത്. ഇവിടെ ഞാൻ ഡേറ്റ്സും നട്ട്സും എല്ലാം എൻ്റെ ആവശ്യത്തിന് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. എനിക്ക് എപ്പോൾ കഴിക്കണം അപ്പോൾ കഴിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. പിന്നെ ദേ ചോറിനുള്ള വെള്ളം ഞാൻ റെഡിയാക്കി അടുപ്പത്ത് വെച്ചു. ബീഫ് എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടു. ചിക്കൻ ദേ ഫ്രഷാക്കി. ചിക്കൻ ഇങ്ങനത്തെ കട്ടായിട്ടുള്ളതാണ്, മിക്സ് കട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ദേ കുറച്ച് പരിപ്പറിയും വെച്ചു. ചോറും ബീഫ് കറിയും പരിപ്പറി പിന്നെ ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചിക്കൻ എല്ലാം വെള്ളത്തിലിട്ടു. ബീഫ് ഞാൻ ഇതേ കറിക്കാക്കി പെരട്ടിയാണ് വെക്കുന്നത്. അങ്ങനെ കറിക്കാക്കി ഞാൻ ഇതേ പെരട്ടി ഉപ്പും പെരട്ടി കുക്കറിൽ വെച്ച് കേട്ടോ. അപ്പോൾ ഇതേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച്. എൻ്റെ കൈയെല്ലാം മുറിഞ്ഞിരിക്കുകയാണേ, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ പെരട്ടുമ്പോൾ നന്നായിട്ട് നീറി പൊഹഞ്ഞു പോകും. നിങ്ങൾ ആ ഒരു തട്ടിൽ കണ്ടാണല്ലോ ഒരു ചെറിയൊരു ഹോള്, അതേ പണ്ട് ഞാനൊന്ന് ജസ്റ്റ് കയറിയിരുന്നത്, അത് പൊട്ടി ഈ കോലത്തിലാക്കി. അതൊക്കെ പോട്ടെ. ഇക്കാക്കായ്ക്കുള്ള ചപ്പാത്തിയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ഇതെൻ്റെ അമ്മ പറഞ്ഞെന്ന ട്രിക്കാണ്. ഒരു 2 വിസിൽ ഞാനൊന്ന് അടുപ്പിക്കും ചിക്കൻ പൊരിക്കുന്നതിന് മുമ്പ്. അതിന് ശേഷം മാത്രമേ പൊരിക്കത്തുള്ളൂ കേട്ടോ. ചിക്കനിലെ വെള്ളം ഊരിറങ്ങിയിട്ട് നന്നായിട്ട് അത് പൊരിഞ്ഞ് കിട്ടും. ചിക്കൻ പൊരിച്ചത് തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ശരി, ഞാൻ പോട്ടെ. ടാറ്റാ.